ഹോർലിക്സും പഴം പുഴുങ്ങിയതും 8ാമത്തെ ദിവസമായി. ഇന്നിപ്പോൾ 8ാം ദിവസം തിങ്കളാഴ്ചയായി. ഇന്നിപ്പോൾ ഇതൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. ഇനി ഈ സൈഡിലെ ഈ പൈപ്പ് എടുക്കണം. ആ മുൻവശത്തുള്ള സാധനമൊക്കെ ഒന്ന് പതുക്കെ പൊളിച്ചിറക്കും. കല്ലിങ്ങട്ടെ നിൽക്കണോടത്ത് കെട്ടണം. അപ്പുറ സൈഡും കെട്ടണം. ഇതിൻ്റെ മുകളിൽ ചെരിവ് നോക്കിയിട്ട് ഈ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ കെട്ടണം. അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ പൊക്കാണ്ടെങ്കിൽ പൊക്കാം. എല്ലാം ലെവൽ ചെയ്യാം. ഇന്നത്തെ പണിയാന്നാണ്. ഇന്നത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം. ഷേവൊക്കെ ചെയ്ത് വെളുപ്പിച്ച് നിൽക്കാം. കറുത്ത് കരിവണ്ടി ആയല്ലേ വെയിലത്തുനിന്ന്. കുഴപ്പമില്ല. പൊക്കം കുറയ്ക്കണം. പൊളിച്ചാ വേണ്ട വേണ്ട. ഫസ്റ്റ് 8ാം ദിവസം വൈകിട്ട് 5:30-6 മണിയായപ്പോഴുള്ള അവസ്ഥയാണതെല്ലാം. പൈപ്പൊക്കെ ഊരി മാറ്റി. തെർമോക്കോളൊക്കെ വലിച്ച് കയറി പൊളിച്ച് ഷീറ്റൊക്കെ വാരി പെറുക്കി അവിടെ വെച്ചിട്ടുണ്ട്. പമ്പ് മണലെടുക്കാൻ വേണം. എത്ര ആയിക്കൊണ്ടിരും? അത് കിട്ടില്ല. മറ്റേ ഇതല്ല. ഇന്ന് 25-ാം തീയതി ആയി. ഫെബ്രുവരി 25-ാം തീയതി ആയി. ഇന്ന് 9ാം ദിവസമാണ് ഇവിടെ. ഇത് പൊളിച്ചിട്ടിട്ട് 9ാമത്തെ ദിവസം. ഈ പൈപ്പ് ഈ ചുരണ്ടി ഇത് ക്ലീനാക്കുന്ന പൈപ്പ് പെയിൻ്റ് അടിച്ചെടുത്തിട്ട് നമ്മുടെ മുകളിൽ ഫിറ്റ് ചെയ്യണം. കല്ല് കെട്ടിയിട്ട്. ബാക്കി ഇനിയിപ്പോൾ അവിടെ വിധാനം പോലെ വെക്കണം. അത് ഞാൻ ആ പണി തീർന്നു. ഇത് പെയിൻ്റ് അടിക്കാം. അത് പെയിൻ്റ് അടിക്കണമല്ലേ? ഇന്ന് തന്നെ ഉണങ്ങോ? പണിയാവോ? അല്ലെ ആകുമ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ച് വേണം. എന്നിട്ട് പെയിൻ്റ് അടിക്കണം.
ഇപ്പം മുകളിൽ നിന്ന് എടുത്തത് 10ാമത്തെ ദിവസമാണ്. മുകളിൽ ടോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇവിടുന്ന് അതിൻ്റെ വരെ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് പിടിപ്പിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ ഇത്രയും പണിയാണ് കണക്കാക്കി വെച്ചിരുന്നത്. ഇന്ന് 11ാമത്തെ ദിവസം. 10-15 ദിവസമായി. അമ്മച്ചി പറഞ്ഞാൽ 2-3 മാസമൊക്കെ പിടിക്കും. ഇന്നിപ്പോൾ അയകൂടി ചെയ്താലും ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് ചെയ്യുന്നു, നടന്നില്ല. ഇന്നലെ നടന്നില്ല. ഇന്നിപ്പോൾ ഇനി മൂല ചെയ്യണം, എല്ലാ മൂലകളും. കറി പൊളിച്ചല്ലോ. വെയില് ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ല. വെയിൽ കൊണ്ടൊരു പരിവായി പോയി മോനെ. 1.5 വെയിലായിരുന്നു. ഇപ്പം മാവിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് ശരിക്കും. അല്ല, മൂലമണി കെട്ടി ഇന്നത്തെ പരിപാടി വരില്ല. എന്നിട്ട് ആ ഷീറ്റൊക്കെ എടുത്ത് വെളിയിലിടാം. അത് നോക്കിയിട്ട് വാട്ടർ ചെയ്തിട്ട് അത്രേ ഉള്ളൂ. അത് പിന്നെ കുഴപ്പമില്ല നമുക്ക്. അതിൻ്റെ ആ ഷീറ്റൊക്കെ എടുത്ത് പുറത്തിറക്കുന്ന ഷീറ്റുകളൊക്കെ എടുത്ത് താഴെ. ഇന്ന് 12ാമത്തെ ദിവസമായി. ഇന്നിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നാളത്തേക്കൊന്ന് സെറ്റാവട്ടെ. കെട്ടൊക്കെ ഒന്ന് ഉറച്ചതിന് ശേഷം, അവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്താണ് ഉറച്ചതിന് ശേഷം ബാക്കി വർക്ക്. അപ്പച്ചനെ എഴുതി വെച്ച ഏതോ കണക്കൊന്നുമില്ല. പണ്ട് വെച്ചിരുന്ന പ്ലഗ് ഈ പാട് പണ്ട് ഈ ഡബിൾ എൻഡ് സ്പാനർ വെച്ചിരുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് 12ാമത്തെ ദിവസം. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത് കംപ്ലീറ്റ് ക്ലീനിങ് ആണ് ഈ ദിവസം. എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഇതൊക്കെ ചവറ് പോലെ കിടക്കുന്നുണ്ട്. എല്ലാം ക്ലീൻ ആക്കണമുണ്ട്. കുറച്ച് പണിയുണ്ട്, കുഴപ്പമില്ല. എവിടോ എന്തോ കിളി കിടക്കണം. ഇന്ന് 13ാമത്തെ ദിവസം. ഇന്ന് നന മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് നനച്ചിടുക എന്നുള്ള സംഭവം മാത്രം. ഇന്നിപ്പോൾ ഇനി ഷീറ്റുണ്ട്, താഴെ കിടന്ന പൈപ്പ് ഷീറ്റ് എല്ലാം മോളിൽ കയറണേന്. ഇത്ര ഷീറ്റുണ്ട്. ഇതിപ്പോൾ 14ാമത്തെ ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാതെ. ഇന്ന് കുറച്ച് തുടങ്ങി ഇത്തിരി വൈകി പോയി. ഷെയ്ഡൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോയേ 3 ദിവസം ഗ്യാപ്പ് ഇടാം. അത് നമ്മൾ എടുത്തില്ല അതിനകത്ത് ഷെയ്ഡ് ചെയ്യണത്. കുഴപ്പമില്ല. 14ാമത്തെ ദിവസം കണക്കാക്കിയാൽ മതി. പക്ഷെ 14 ദിവസം കണക്കാക്കാൻ പറ്റില്ല. തുടങ്ങി നോക്കിയാൽ നമുക്ക് ഷീറ്റൊക്കെ എടുത്ത് മുകളിൽ കയറ്റാം. ഓക്കെ.
ഇന്ന് 14-ാമത്തെ ദിവസം. 14 ഇന്നലെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇന്ന് 14-ാമത്തെ ദിവസം ഉണ്ടാവും. ശരി, നമുക്കിന്ന് പൈപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് എല്ലാ അളവൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് അത് ജോയിൻ്റ് ചെയ്യണമെങ്കിൽ വെൽഡ് ജോയിൻ്റ് ചെയ്യാം. പിന്നെ മറ്റേ ബാക്കി പെയിൻ്റ് കഴിക്കുകയാണെങ്കിൽ പെയിനൊക്കെ അടിച്ച് റെഡിയാക്കി കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്യാം. ഇന്ന് ക്ലാമ്പ് എല്ലാം ഉണ്ടാകണം, ക്ലാമ്പുകളൊക്കെ ഉണ്ടാകും. ഇന്നത്തെ പണി അതാണ്. ഇന്നലെ മഴ പെയ്ത് കംപ്ലീറ്റ് വെള്ളം കെട്ടി കിടക്കുന്നു പറയും. ഇന്നത്തെ ഹോളുമില്ല, ആയ അലമ്പായി. ഇന്നത്തെ ഒരൊറ്റ മഴയ്ക്ക് ഈ സാധനം ഇങ്ങനെ ആയിരിക്കും, നാശമായി പോയി. എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ ഏതൊക്കെ നാശമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നു ചിലപ്പോൾ. ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം. അപ്ഗേറ്റ് ഷീറ്റൊക്കെ സാധാരണ പൈപ്പ് കുറച്ച് മുകളിൽ കയറ്റി വെച്ച് ആസ്പെറ്റോസ് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ കൂടി ഊർത്തി ഇറക്കണ ചെയ്ത് പൈപ്പിൻ്റെ മുകളിൽ കൂടി. രണ്ട് പൈപ്പിൻ്റെ മുകളിൽ കൂടി ഊർത്തി താഴേക്ക് ഇറക്കി ഷീറ്റ് 10 പ്രാവശ്യം താഴെ കയറി ഇറങ്ങണം. അത് ഇവിടെ ഇറക്കിയിട്ട് നമ്മൾ താഴെ പോയി അവിടെ നിന്നെടുത്ത് മാറ്റണം. താഴെ പോയി മാറ്റിയിട്ട് പിന്നെ വന്ന് പിന്നെ ഇറക്കി പിന്നെ വന്ന് പിന്നെ ഇറക്കി 2 പേരല്ലേ ഉള്ളൂ ഞങ്ങളുണ്ട്. അങ്ങനെ ചെയ്തു. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതി മാർച്ച് 8-ാം തീയതി.